സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്കും മൃതിയേക്കാൾ ഭയാനകം. മഹാകവി കുമാരനാശാന്റെ ഈ ഈരടികൾ ചൊല്ലാതെ ശരാശരി മലയാളിക്ക് ഒരു സ്വാതന്ത്ര്യദിന ആഘോഷമില്ല. നമ്മുടെ ഭാരതം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ഓരോ ഭാരതീയനും 1000 സ്വാതന്ത്ര്യദിന ആശംസകൾ ഈ സമയം നേരുകയാണ്. അതോടൊപ്പം തന്നെ സദ്ഗമയിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനാ നിർഭരമായ സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യം അതൊരു വികാരം തന്നെയാണ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ അനന്ത വിഹായസിൽ ഒരു പക്ഷിയെപ്പോലെ ചിറകടിച്ചു വരുവാൻ നമുക്കും നമ്മുടെ ചിന്തകൾക്കും ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ, നാം നേടിയെടുത്തിരിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് നാം കടപ്പെട്ടിരിക്കുന്നത് ഇന്നലകളിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി കൽത്തുറുങ്കുകളിൽ ഞെരിഞ്ഞമർന്നു പോയ അനേകം സമര ഭടന്മാരോടാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളോടാണ്. അപ്രകാരം ഒരു ഉദ്യമത്തിലേക്ക് അവരെ പ്രചോദിപ്പിച്ചയച്ച അവരുടെ സമൂഹത്തോടാണ്, അവരുടെ ചുറ്റുപാടുകളോടാണ്, അവരെ പ്രചോദിപ്പിച്ച അവരുടെ ഗുരുക്കന്മാരോടും സാമൂഹ്യ പരിഷ്കർത്താക്കളോടുമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടർക്കളത്തിലേക്ക് തങ്ങളുടെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ അവർ ജീവനോടെ മടങ്ങി വരുമെന്ന് യാതൊരു ഉറപ്പില്ലാതിരുന്നിട്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പടപൊരുതുവാൻ വേണ്ടി, ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പടപൊരുതുവാൻ വേണ്ടി സ്വന്തം മക്കളെ അനുഗ്രഹിച്ചു വിട്ട് ആ മാതാപിതാക്കളോടും നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് നാം കടപ്പെട്ടിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 നിന്നും ഈ 2025 ഓഗസ്റ്റ് 15 എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 79 വർഷക്കാലം നമ്മുടെ ഭാരതം സഞ്ചരിച്ച ദീർഘ ചരിത്രയാത്രകൾ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ 1947 നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം പല മേഖലകളിലും ഇന്ന് നമ്മിൽ നിന്ന് അപഹരിക്കപ്പെടുന്നുണ്ട് എന്നൊരു സത്യം ഇന്നല്ലാതെ മറ്റെന്നാണ് ഇങ്ങനെ വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയുക? എന്നാണ് നാം പറയേണ്ടത്? ദീർഘമായ വളച്ചുകെട്ടലുകൾ ഒന്നുമില്ലാതെ പറയട്ടെ, ഈ കഴിഞ്ഞ 1-1.5 ആഴ്ചയ്ക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ നടന്ന സംഭവമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. 2 സന്യാസിനികൾ ആദര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും അവർ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവർ ബജ്രംഗ് ദൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാൽ വളയപ്പെടുകയും അവർ കാണിച്ചു കൊടുത്ത രീതിയിൽ പോലീസുകാർ കേസ് ഫയൽ ചെയ്ത് അവരെ ജയിലിൽ അടക്കുകയും ചെയ്തൊരു സംഭവം നാം പത്രദ്വാരയും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടിയും നാം കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. ഇന്നവർ സുരക്ഷിതരാണ്, അവർ സ്വതന്ത്രരാണ്. എന്നാൽ ഓർക്കുക, ഒരു ദിവസം അവരുടെയും സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിട്ടുണ്ടോ ഈ സുന്ദര ഭാരതത്തിൽ? ഇവിടെ നമ്മുടെ ഭരണഘടന ശില്പിയായിരിക്കുന്ന ഡോക്ടർ അംബേദ്കറും അതിനോടനുബന്ധമായി പ്രവർത്തിച്ച നിയമ പണ്ഡിതന്മാരും എഴുതി വെച്ചതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചതും സ്വീകരിച്ചതുമായ ഒരു നയമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ കഴിയില്ല എന്ന്. ഒരു ദിവസം ആ കന്യാസ്ത്രീമാർ, ആ സന്യാസിനിമാർ ശിക്ഷിക്കപ്പെട്ടു. കാരണം അവരുടെ സ്വാതന്ത്ര്യവും ജയിലിൻ്റെ ആ ഇരുമ്പഴിക്കുള്ളിലായി പോയി. ഇവിടെ സ്വാതന്ത്ര്യം പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. ഒരു വിഭാഗത്തിന് മാത്രമേ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലും കുറേ നാളുകളായിട്ട് ലഭിച്ചിട്ടുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഒരു പക്ഷേ കന്യാസ്ത്രീമാരുടെ ആ സംഭവം ഒരു ഒറ്റപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ വിസ്മരിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നതിൽ ഓർക്കുക, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പല തുള്ളി പെരുവെള്ളമെന്ന് പറയുന്ന പോലെ പല തുള്ളികളും പല സ്ഥലങ്ങളിലായിട്ട് സംഭവിക്കുന്നുണ്ട്. അത് ഒരുമിച്ചെടുക്കുമ്പോഴാണ് നാം നേരിടാൻ പോകുന്ന ഒരു ഭീകരമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഛത്തീസ്ഗഡിലെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അല്ലെങ്കിൽ അത് ഒരാഴ്ചത്തേക്കായിരിക്കാം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യാനുള്ള താല്പര്യമുണ്ടായത്. അത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പുതിയ വിഷയങ്ങളിലേക്ക് അവരുടെ ക്യാമറയെ തിരിച്ചിട്ടുണ്ട്. അവരുടെ പേന പുതിയ വിഷയങ്ങളെ പരാമർശിക്കുന്നതിൻ്റെ വ്യഗ്രതയിലായിരിക്കാം. പക്ഷേ ഇതൊരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് അതിന് മുൻപ് നടന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 2020 ഒക്ടോബർ 20 ഇതിന് സമാനമായിരിക്കുന്നൊരു കേസുണ്ടായി. അത് ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ജെസ്യൂട്ട് വൈദികൻ, 83 വയസ്സുള്ള സ്റ്റാൻ സ്വാമി എന്ന ഒരു ജെസ്യൂട്ട് വൈദികനെ 1 വർഷത്തോളമാണ് നമ്മുടെ ഭരണകൂടം ജയിലിലിട്ടത്. 83 വയസ്സെന്ന് മാത്രം നാം ഒന്ന് ഓർത്തു നോക്കണം. കാരണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകും സമാന പ്രായമുള്ള ആൾക്കാരൊക്കെ. അവർ നേരിടുന്ന ശാരീരിക പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ജയിലിൽ ആ പ്രായത്തിലുള്ളൊരു വൃദ്ധൻ കിടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിസന്ധികളായിരിക്കും അദ്ദേഹം നേരിടുന്നത്? മാധ്യമങ്ങളിൽ കൂടി തന്നെ അറിയാൻ കഴിഞ്ഞത്
പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ അസുഖത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം, കയ്യോ കാലൊന്നും കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും ചലിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നവരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക പോലെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് അത്ര സുഗമമായിരുന്നില്ല. അതുകൊണ്ട് ഒരു സ്ട്രോക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ജയിൽ അധികൃതരുടെ അടുക്കൽ അപേക്ഷിച്ചു. പക്ഷേ അത് അനുവദിച്ച് കിട്ടാൻ പോലും നാളുകളോളം എടുക്കേണ്ടി വന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. കേവലം ഒരു സ്ട്രോ ഓർത്ത് നോക്കണം. 83 വയസ്സായ ഒരാൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ ദൈനംദിന കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജയിലിൽ പാർക്കിൻസൺസ് രോഗം കൂടി ആ പ്രായമുള്ള ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാരണം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചത് നമ്മുടെ ഭരണ സംവിധാനമാണ്, അല്ല അത് നിയമവ്യവസ്ഥയല്ല, അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളല്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചില വ്യക്തി താല്പര്യങ്ങളായിരുന്നു. കേവലം 1 വർഷത്തിന് ശേഷം അദ്ദേഹം മുംബൈയിലെ ഒരു ആസ്പത്രിയിൽ വെച്ച് ഇഹലോകവാസം വെടിയുകയായിരുന്നു. അതിനുശേഷം കുറേ നാൾ അതിൻ്റെ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും പിന്നീട് അതും വാർത്തയിൽ നിന്ന് അപ്രത്യക്ഷമായതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അതും ഒരൊറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പരിധി വരെ എഴുതിത്തള്ളാം. പൊതുവെ എഴുതിത്തള്ളലാണല്ലോ ഏറ്റവും എളുപ്പവും നിലനിൽപ്പിനെല്ലാം നല്ലതും അത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും ഇതിന് സമാനമായിരിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ബീഹാറിൽ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററെയും അദ്ദേഹത്തിൻ്റെ സഭയിലെ മെമ്പർമാരെയും തല്ലി പരിക്കേൽപ്പിച്ച് അവർ ഹോസ്പിറ്റലൈസ് ആയ വാർത്ത കൂടി നാം കാണുകയുണ്ടായി. എന്താണ് ഇവരൊക്കെ ചെയ്ത തെറ്റ്? ഈ സന്യാസിനികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? കാരണം ഇവിടെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗം അല്ലെങ്കിൽ അവരുടെ ചട്ടകങ്ങളായ ബജ്രംഗദൾ പോലെയുള്ള ചില വിഭാഗക്കാരുടെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുക, അവരെ കൊല്ലുക. ഇതും നമ്മുടെ സ്വതന്ത്ര സുന്ദര ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒന്നുകൂടി പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു സ്വാതന്ത്ര്യ ദിനത്തിനല്ലാതെ വേറെ എന്നാണ് നാം ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്? 1999 ജനുവരി 22 ലോക ചരിത്രത്തിൽ, ലോക മനസാക്ഷിക്ക്, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത്. 1999 ജനുവരി 22 ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ സ്വദേശിയെ, അദ്ദേഹത്തെ ബജ്രംഗദൾ, നേരത്തെ പറഞ്ഞ അതേ പേരുകാർ തന്നെ, അവർ തന്നെയാണ് സകല സ്ഥലത്തും പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തെയും തൻ്റെ 10ഉം 7ഉം വയസ്സുള്ള ഫിലിപ്പ് തിമോത്തി എന്ന് പറയുന്ന 2 കുട്ടികളെയും ഒരു ജീപ്പിലിട്ട് കത്തിച്ച് ചുട്ടിച്ചാമ്പലാക്കിയത്. ഗ്രഹാം സ്റ്റെയിൻസ് ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ചെയ്ത ഒരു തെറ്റ്, ഓസ്ട്രേലിയയെ പോലെ സമ്പന്നമായ ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അതിലും വലിയ തെറ്റൊന്നും അദ്ദേഹം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ തെറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ക്രിസ്തുവിൻ്റെ ആ നിസ്തുല്യമായ സ്നേഹം, അതൊന്നു മാത്രമാണ് ഭാരതം പോലെയുള്ള രാജ്യത്തേക്ക് കടന്നു വരുവാനും, അതും ഒറീസ പോലുള്ള രാജ്യത്ത്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ഓർക്കണം, 1965 അദ്ദേഹത്തിന് 24 വയസ്സുള്ളപ്പോഴാണ് ഒറീസ പോലുള്ള സംസ്ഥാനത്ത് കടന്നു വന്ന് അവിടെ അശരണരായിരിക്കുന്ന, നിരാലംബരായിരിക്കുന്ന, കുഷ്ഠരോഗികളായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹം പണിയെടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ഒരു ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റിയോട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പല മലയാളികളും പല സുഹൃത്തുക്കളും ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയ ആൾക്കാരുണ്ട്. 2021 സെൻസസ് പ്രകാരമാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 8 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഓസ്ട്രേലിയയിലുണ്ട്. അതിൽ ഗ്രഹാം സ്റ്റെയിൻസ് വന്നത് ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഈ ക്യൂൻസ്ലാൻഡിൽ തന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 90,000 ഇന്ത്യക്കാരുണ്ട്. അതിൽ നമുക്കും അഭിമാനിക്കാം, കാരണം ഒരു 13,000 മലയാളികളും അവിടെയുണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അവരവരുടെ കുടുംബങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഭാസുരമായ ഭാവിക്ക് വേണ്ടിയിട്ട് അവർ പണിയെടുക്കാൻ പോയിരിക്കുന്നതാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും, അത്രയും സമ്പൽ സമൃദ്ധമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും, ഈ ഭാരതത്തിൻ്റെ ഒറീസ പോലെയുള്ള അല്ലെങ്കിൽ ഈ ചെറിയ ഒരു ഉൾഗ്രാമം പ്രദേശത്ത്, ബാരിപ്പാട അല്ലെങ്കിൽ കിയോഞ്ചർ എന്നൊക്കെ പറയുന്ന ജില്ലയിലൊക്കെ ആയിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? പക്ഷെ സംഭവിച്ചെന്താണ്? 1999 ജനുവരി 22 അവിടെ ഒരു ജംഗിൾ ക്യാമ്പ് നടക്കുന്നു.
കുറച്ച് ക്രിസ്തീയ സുഹൃത്തുക്കളും ക്രിസ്തീയ പ്രവർത്തകരൊക്കെ ഒരുമിച്ചിട്ട് ഒരു ക്യാമ്പ് നടക്കുന്നു. ആ ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന വഴിയിൽ അദ്ദേഹം തൻ്റെ മക്കളും, നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മക്കളുമുണ്ട്. നല്ല തണുപ്പ്, മാസം ജനുവരി ആണല്ലോ. അപ്പോൾ ആ തണുപ്പിൽ അവരുടെ വാഹനം ഒതുക്കിയിട്ടിട്ട് അവർ കിടന്നുറങ്ങി, അവരുടെ ജീപ്പിൽ കിടന്നുറങ്ങി. പക്ഷെ 51ഓളം വരുന്ന ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ വന്നിട്ട് ജീപ്പ് വളയുകയും അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ആ കുഞ്ഞുങ്ങളടക്കം ചുട്ട് ചാമ്പലാക്കുകയും ചെയ്തു. 1999 നടന്ന ഈ സംഭവം 2000 കൂടിയാണ് അതിൻ്റെ വിധി വന്ന് 51 പേരെ നിയമം കുറ്റക്കാരെന്ന് കണ്ടു. 1 വർഷം കഴിഞ്ഞിട്ട് അവരെ ശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ ആ സമയം തന്നെ കൃത്യമായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഈ 51 നിന്ന് 37 പേരെ സ്വതന്ത്രരാക്കി. 37 പേരെ സ്വതന്ത്രരാക്കി. ബാക്കി 14 പേര്. ഈ 14 പേരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തതാണ്. ചെഞ്ചു ഹെൻസ്ക എന്ന് പറയുന്ന ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനായിരുന്നു. അതുകൊണ്ട് അവന് സ്വതന്ത്രനാക്കി. ബാക്കി 13 പേര് വീണ്ടും കൃത്യമായ തെളിവുകളില്ലെന്ന് പറഞ്ഞ് 11 പേരെ വീണ്ടും വിടുന്നു. ശേഷം 2 പേരാണ് കൃത്യമായ ഒരു ശിക്ഷയിൽ കൂടി കടന്നുപോയത്. അതിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മഹേന്ദ്ര ഹെബ്രാം എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ ജയിലധികൃതർ നല്ല നടപ്പിൻ്റെ പേരിൽ സ്വതന്ത്രനാക്കി വിട്ടു. അവന് ശിക്ഷ അനുഭവിച്ചു. എന്നാൽ അവൻ കോടതി വിധിച്ച അത്രയും കാലം ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല, നല്ല നടപ്പെന്ന് പറഞ്ഞിട്ട് അവനെ സ്വതന്ത്രനാക്കി. ഇപ്പോൾ ആ കേസിൽ ജയിലിലുള്ളത് ഒരേ ഒരാളാണ്. ധാരാ സിംഗ് എന്ന് പറയുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകൻ മാത്രമാണ് ജയിലിലുള്ളത്. ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വിരോധാഭാസമായ സാഹചര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധയെ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1999 ആ സംഭവം നടക്കുന്നു. 2000 പ്രസ്തുത ജില്ലയിൽ, അല്ലെങ്കിൽ കിയോഞ്ചർ എന്ന് പറയുന്ന ജില്ലയിൽ പുതിയ ഒരു MLA വരുന്നു. മോഹൻ ചരൺ മാജി എന്ന് പറയുന്ന ഒരു MLA വരുന്നു. ആ MLA ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല പണിയും എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ആദ്യം 37 പേരെ സ്വതന്ത്രരാക്കിയത്, ശേഷം 11 പേരെ സ്വതന്ത്രരാക്കിയതൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രയത്ന ഫലമായിട്ടാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ അവസാനം മഹേന്ദ്ര ഹെബ്രാമിനെ വരെ മാലയിട്ടിട്ടാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ പുറത്ത് സ്വീകരിച്ചത്. അത് പ്രവർത്തകരാണ്, പക്ഷെ ജയിലിൽ പോലും യാത്രയയപ്പ് നടത്തി എന്നാണ് നമുക്ക് പത്രങ്ങളിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ അന്നത്തെ MLA ഇന്ന് ഒറീസയുടെ മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ട് ഇതിലും വലിയ എന്ത് നീതിയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? നാളെ ധാരാ സിംഗ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും നമുക്ക് അത്ഭുതമായിട്ടോ അതിശയമായിട്ടോ ഒന്നും തോന്നേണ്ട സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഇതിങ്ങനെയൊക്കെ തന്നെ പോകും. എന്നാൽ ക്രിസ്തീയ സഭ ഈ ഭാരതത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അത് ആരും പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ സന്യാസിനികളെ കുറിച്ച് പറഞ്ഞതുപോലും എന്താണ്, അവർ മതപരിവർത്തനത്തിന് അല്ലെങ്കിൽ മനുഷ്യക്കടത്തിനൊക്കെയാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ നമ്മൾ എത്ര പേര് ക്രിസ്ത്യൻ വിദ്യാലയങ്ങളിൽ പഠിച്ച ആൾക്കാരുണ്ട്, സ്കൂളുകളായിട്ടും കോളേജുകളായിട്ടും. എത്രയോ ക്രിസ്തീയ ആശുപത്രിയിൽ ശുശ്രൂഷ സ്വീകരിച്ചിരിക്കുന്നവരാണ് നമ്മളൊക്കെ. എത്ര പ്രാവശ്യം നമ്മളെ മതം മാറ്റത്തിനോ മതപരിവർത്തനത്തിനോ ആരൊക്കെ നിർബന്ധിച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, മതം മാറ്റമല്ല, മനസ്സിൻ്റെ മാറ്റമാണ് പ്രധാനം. ഇത് തന്നെയാണ് ബൈബിൾ പഠിപ്പിച്ചതും ബൈബിളിൻ്റെ വാക്താക്കളായിരിക്കുന്ന ഓരോ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരടക്കം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പീഡനം, പ്രതിസന്ധി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്കൊന്നും യഥാർത്ഥ ദൈവഭക്തരെ തളർത്തിക്കളയുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് സമൂഹത്തോട് വിളിച്ചു പറയാൻ തന്നെ പറ്റണം. 1999 ചുട്ട് ചാമ്പലാക്കപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും ആ 2 കുഞ്ഞുങ്ങളുടെയും അമ്മ ഗ്ലാഡി സ്റ്റെയിൻസും അവരുടെ ചേച്ചി എസ്തേറും വീണ്ടും ഒരു 5 വർഷക്കാലം ഇന്ത്യയിൽ തന്നെ തുടർന്നു. അവർക്ക് വേണമെങ്കിൽ ആ നിമിഷം തന്നെ ഇവിടുന്ന് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകാമായിരുന്നു. എന്നാലും തൻ്റെ ഭർത്താവ് ആരംഭിച്ച ആ ശുശ്രൂഷ, അതും 24 വയസ്സിൽ വന്ന് ശേഷം 24 വർഷം അദ്ദേഹം ശുശ്രൂഷ ചെയ്ത ആ നാട്ടുകാരോടും അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ അധ്വാനിച്ചു. തുടർന്ന് എസ്തേറിൻ്റെ പഠനത്തോട് ബന്ധപ്പെട്ടിട്ടാണ് അവർ നാട് വിട്ട് ഇന്ത്യ വിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയത്. 2005 നമ്മുടെ ഗവൺമെൻറ് അവർക്ക് പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, വാദ്വ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ വെച്ചിട്ട് ഗവൺമെൻറ് കൃത്യമായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. എന്താണ് വാസ്തവത്തിൽ അവിടെ നടന്നിരിക്കുന്നത്? ഗ്രഹാം സ്റ്റെയിൻസ് ഒരു മതപരിവർത്തനം എന്തെങ്കിലും ചെയ്തു? പക്ഷെ 2005 ആ കമ്മീഷൻ കോടതിയിൽ മൊഴി നൽകി അങ്ങനെ ഒരു മതപരിവർത്തനമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ,
കാരണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിട്ട് ഇത് ഇങ്ങനെയുള്ള പ്രതിസന്ധികളല്ലാതെ പട്ടും പൊന്നും അല്ല നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. നമ്മുടെ അരുമനാഥനായിരിക്കുന്ന കർത്താവിന് മുൾക്കിരീടം നൽകിയ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന നമുക്കും പ്രതീക്ഷിക്കാനുള്ളത് ഈ മുൾക്കിരീടങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോൾ പല ആൾക്കാർക്കും ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കുറ്റം പറയുകയും അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ തള്ളി പറയുന്നതൊക്കെ ആയിട്ട് നമ്മൾ പല സ്ഥലത്തും രാഷ്ട്രീയത്തിലടക്കം നാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പേരുകളൊന്നും പറയുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളതും നമുക്ക് കാത്തിരിക്കാനുള്ളതും ക്രൂശ് മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏടുകളിലൂടെ നാം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ആദ്യ ക്രൈസ്തവ രക്തസാക്ഷിയായ സ്റ്റേഫാനോസിൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് എത്ര ദൈവഭക്തരായിരിക്കുന്ന ആൾക്കാരാണ് പീഡിപ്പിക്കപ്പെട്ടത്, മരിച്ചു പോയത്. അതൊന്നും അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ബൈബിളിൽ കർത്താവ് പ്രകാരം ചോദിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു നേതാവിന് ഈ സമൂഹത്തിൻ്റെ അടുക്ക നമുക്ക് ചോദിക്കാം, ഏതെങ്കിലും ഒരു നേതാവിനെ കറയില്ലാതെ നിങ്ങൾക്ക് ലോക ചരിത്രത്തിൻ്റെ മുൻപിൽ കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിക്കാം. അത് മതത്തിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നായിക്കോട്ടെ, ഇനി മറ്റ് തത്വ ചിന്തകളിൽ നിന്നായിക്കോട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യനെ മഷിയിട്ട് നോക്കാൻ നമ്മുടെ കർത്താവല്ലാതെ വേറെ ഒരു മനുഷ്യനില്ല എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതാര പുരുഷന്മാരുടെ ചരിത്രങ്ങൾ എഴുതി ചേർത്തേക്കുന്ന മണ്ണാണ്. ഇവിടെ ഇപ്പോൾ ഗ്രഹാം സ്റ്റെയിൻസിന് സംഭവിച്ചതും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് സംഭവിച്ചതും സ്റ്റാൻ സ്വാമിക്ക് സംഭവിച്ചതും ഈ സന്യാസിനികൾ മരിക്കാതെ അല്ലെങ്കിൽ അധികകാലം അകത്ത് കിടക്കാതെ പുറത്തിറങ്ങാനൊക്കെ പറ്റിയത് ഭാഗ്യം കൊണ്ട് സംഭവിച്ച് അതിനോർത്ത് നമുക്ക് സന്തോഷിക്കാം. അതോടൊപ്പം തന്നെ മുൻപ് പറഞ്ഞ പേരുകാർക്കൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരിച്ചില്ലാതെയായത് അവരുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ധൈര്യം അവർ ലോകത്തിന് മുൻപിൽ തെളിയിച്ചുകൊണ്ട് തന്നെയാണ്. സഭാചരിത്രകാരനായിരിക്കുന്ന തെർത്തുല്യൻ ഇപ്രകാരമാണ് പറഞ്ഞത്, രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത് എന്ന്. ഇന്ന് ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്നത് നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി അനേകർ ചൊരിഞ്ഞ ആ രക്തത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഓരോ തുള്ളി ചോരയിൽ നിന്നും, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് വെറുതെ ഇരിക്കുന്നു, ചത്തെങ്കിലോ വളരെ വിളവുണ്ടാവും. നമ്മുടെ അരുമനാഥനായിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിൽ 33 വർഷം വരെ ജീവിച്ചു. ഒടുവിൽ യഹൂദ നിയമത്തിന് വിധേയപ്പെട്ട് മരിച്ചു. എന്നാൽ ആ മരണത്തോടുകൂടി അവസാനിക്കാതെ കല്ലറകളെ ഭേദിച്ച് അവൻ ഉയർത്തെഴുന്നേൽച്ചു. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ധൈര്യം ഉള്ളത് കൊണ്ടൊന്നും മാത്രമാണ് സ്റ്റേഫാനോസും തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഈ ദൈവവചനം സംസാരിച്ചത്. പിൽക്കാലത്തേക്ക് വേദപുസ്തക ചരിത്രത്തിലേക്ക് വരുമ്പോൾ വരികൾക്കിടയിൽ കൂടി നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, 12 ക്രിസ്തു ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ 12 പേരിൽ 11 പേരെയും ഈ ലോകത്തിൻ്റെ ഭരണാധികാരി കൊന്നുകളയുകയായിരുന്നു. AD 44 ആദ്യ രക്തസാക്ഷി എന്ന് അപ്പോസ്തലന്മാരിൽ ആദ്യ രക്തസാക്ഷിയായ യാക്കോബ് AD 44 ഹെരോദ് അഗ്രിപ്പ രാജാവ് അദ്ദേഹത്തെ കൊന്നുകളയായിരുന്നു. AD 52 ഫിലിപ്പോസിനെ ക്രൂശിച്ചു കൊല്ലുകയായിരുന്നു. AD 60 അപ്പോസ്തലനായിരുന്ന മത്തായിയെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. AD 68 പത്രോസ്ലീഹയെ തല കീഴാക്കി ക്രൂശിക്കുകയായിരുന്നു. ഓർക്കണം, ആ കൂട്ടത്തിൽ പറഞ്ഞു വരുമ്പോൾ ഇന്ത്യയുടെ പേരും എഴുതി ചേർക്കേണ്ട ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. കാരണം മൈലാപ്പൂർ വെച്ചിട്ടാണ് ക്രിസ്തു ശിഷ്യനായിരിക്കുന്ന തോമസ് മരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വധിക്കപ്പെടുന്നത്. ഒരു ശൂലം കൊണ്ട് കുത്തേറ്റ് വധിക്കപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ ഉള്ളത് ഇതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ ഗ്രഹാം സ്റ്റെയിൻസ് ആ ജീപ്പിൽ വെന്തിരിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉത്ബോധത്തിലേക്ക് പോയൊരു കാര്യം ഉണ്ടാകും. ഈ ബജരംഗദൾ പ്രവർത്തകരോട് അദ്ദേഹം ഒരുപക്ഷെ പറയാതെ പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾക്ക് കത്തിച്ച് കളയാൻ കഴിയുന്ന എൻ്റെ ശരീരത്തെയാണ്, എൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും കാര്യങ്ങളും ഒക്കെയാണ്. എൻ്റെ ശരീരത്തെ തൊടുക എന്നല്ലാതെ എന്നിലുള്ള ഒരു ആത്മാവെന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തെ, ആ സത്യത്തെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബജരംഗദൾ പ്രവർത്തകരൊക്കെ പിന്തുടരുന്നതായ ചില സിദ്ധാന്തങ്ങളുണ്ടല്ലോ. ഭഗവത്ഗീത 2-ാം അധ്യായം 23-ാം ശ്ലോകം അതിൽ പോലും ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലദയന്തി പോ ന ശോഷയതി മാരുത എന്ന്. അതിൻ്റെ അർത്ഥപ്രകാരമാണ്, ഈ ആത്മാവിനെ അസ്ത്രം മുറിവേൽപ്പിക്കുന്നില്ല, തീ അതിനെ ദഹിപ്പിക്കുന്നില്ല, കാലപ്പഴക്കം അതിനെ ദ്രവിപ്പിക്കുന്നില്ല, ഒരു കാറ്റും അതിനെ കെടുത്തിക്കളയുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളുള്ള ഈ ആത്മാവിനെ തൊടുവാൻ അത് നമ്മുടെ ദൈവമായിരിക്കുന്ന കർത്താവിനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയാതിരിക്കുമ്പോൾ ശരീരത്തെ കൊല്ലുന്നവരെ നാം ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല.
ഇത് മനോഹരമായ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ദിവസമാണ്. 1947 നിന്ന് 2025 നാം ഇന്നത്തെ നിൽക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി, അല്ലെങ്കിൽ കഴിഞ്ഞ 79 വർഷമായിട്ട് നാം ആഘോഷിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് ഇന്നലകളിൽ ഇല്ലാതെയായി തീർന്ന അനേകം മഹാരഥന്മാരുണ്ട്. എന്നാൽ അവരെല്ലാവരും സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് നൽകിയ ഈ സ്വാതന്ത്ര്യം ഇന്ന് സാമാന്യ ജനത്തിന് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ? ഇതുപോലൊരു സ്വാതന്ത്ര്യദിന ദിവസത്തിലല്ലാതെ ആ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ നിമിഷങ്ങളെ കുറിച്ചിട്ട് മറ്റെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, മറ്റെന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.